മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 11 അധ്യായം 2-3 ദൈവചന ഭാഗങ്ങളാണ്. അതിപ്രകാരമാണ്: യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൈവവചന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന കഴുതയെയും കുഞ്ഞിനെയും അഴിച്ചുകൊണ്ടുവരുക. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം ആരെങ്കിലും ചോദിച്ചാൽ. പ്രിയപ്പെട്ടവരെ ഓർക്കണം, കർത്താവിന് എന്നെക്കൊണ്ട് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സ്വയം ചിന്തിക്കും, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ബുദ്ധിയില്ലാത്തവനാണ്, എനിക്കൊരു കഴിവില്ലാത്തവനാണ്, പഠിക്കാനോ പ്രാർത്ഥിക്കാൻ പോലുമോ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന് നമ്മൾ ചിലപ്പോൾ സ്വയം ചിന്തിക്കുകയും സ്വയം അങ്ങനെ വിധി എഴുതി വയ്ക്കുകയും ചെയ്യും. കാരണം എന്താണെന്നോ, കഴുതയെക്കുറിച്ച് സാധാരണയായിട്ട് എല്ലാവരും പറയുകയും നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴുത എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. കഴുത, അത് ഒന്നിനും കൊള്ളാത്തൊരു മൃഗം, ഭംഗിയില്ല, കാണാൻ യാതൊരു ശേലുമില്ല. അതിൻ്റെ കരച്ചിൽ കേട്ടാലോ ഇത്രയേറെ അരോചകത്വം ഉണ്ടാക്കുന്ന ഒരു സ്വരം വേറെ ഒന്നുമില്ല, ബുദ്ധിയുടെ ലെവലേശമില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് കഴുത എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെയും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴുതയാകട്ടെ ഇത്രയും നാളും കേട്ടിട്ടുള്ളതും ഇത് തന്നെയാണ്. കഴുത ഇത്രയും നാളും ഇതേ വർത്താനം തന്നെയാണ് കേട്ടിട്ടുള്ളതും. കഴുത കേൾക്കും, ഒന്നും പറഞ്ഞാലും എന്തു പറഞ്ഞാലും നിർവികാരതയോടെ നിൽക്കുന്ന ഒരു മൃഗം. കഴുത എപ്പോഴും കേൾക്കും, ആ കഴുതയെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് മറ്റുള്ളവർ പറയുന്ന സ്വരം. കഴുത പിന്നെയും കേൾക്കും, മറ്റുള്ളവർ ഒന്നിനും കൊള്ളാത്തവരെ ഉപമിക്കുന്നത്, താരതമ്യം ചെയ്യുന്നത് ഞാനുമായിട്ടാണ്. ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം, ഉപകാരമില്ല, കൊള്ളില്ല, മോശമാണ്, ഭംഗിയില്ല, ബുദ്ധിയില്ല, കഴിവില്ല, ഇത് തന്നെയാണ് കഴുത ജീവിതത്തിൽ എപ്പോഴും കേട്ടിട്ടുള്ളത്. എന്നാൽ അത്ഭുതകരമായ വിധത്തിൽ എന്ന തരത്തിൽ നമുക്ക് പറയാം, ഇവിടെ വെച്ച് ഇതാ 2 ശിഷ്യന്മാർ ചെന്ന് ആ കഴുതയെ അഴിക്കുമ്പോൾ ഉടമസ്ഥൻ ചോദിച്ചു, എന്തിനാ അഴിക്കുന്നേ? ഉടനെ ശിഷ്യന്മാർ പറയുന്ന സ്വരം കഴുത കേട്ടു. ആ ഈശോയുടെ ശിഷ്യന്മാർ പറഞ്ഞു, അതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, അതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ആദ്യമായിട്ടാണ്, തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴുത ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നത്. തന്നെക്കൊണ്ട്, കഴുതയെക്കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു സ്വരം. ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുള്ളത് ഒന്നിനും കൊള്ളാത്തവനാണ്, ഒരു കാര്യമില്ലാത്തതാണ്, യാതൊരു ഗുണമില്ലാത്തവനാണ് എന്ന് മാത്രം കേട്ട് തഴമ്പിച്ച കാതിലേക്ക് ഇതാ കഴുതയുടെ ആ ചെവിയിലേക്ക് വരുന്നു ഒരു സ്വരം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഒരുപക്ഷെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ പാളീസായ ജീവിതം നയിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ നമ്മൾ കടബാധ്യതയുടെ അങ്ങേ അടിയിലെത്തിപ്പെട്ടവരായിരിക്കും. പല ദുശ്ശീലങ്ങളുള്ള വ്യക്തികളായിരിക്കും, ക്ഷിപ്രകോപികളായിരിക്കും, ഒന്നിനും കൊള്ളാത്തവനെന്ന് പലരാലും മുദ്ര ചെയ്യപ്പെട്ട വ്യക്തികളായിരിക്കും, എല്ലാ തരത്തിലും തകർന്ന വ്യക്തിയായിരിക്കും. ആ എന്നെ നോക്കിക്കൊണ്ട്, നമ്മളെ നോക്കിക്കൊണ്ട്
കർത്താവ് ഈശോ പറയുന്നുണ്ട്, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ആരൊക്കെ നമ്മളെ കൊണ്ട് ആവശ്യമില്ല 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 എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഒടേ തമ്പുരാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് അനിതര സാധാരണമായ ശക്തിയും എനർജിയും സന്തോഷവും ആത്മാഭിമാനവും തോന്നാനായിട്ട്. വേറെ ആരും തന്നെ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. കർത്താവ് ഈശോ പറഞ്ഞാൽ പിന്നെ ആരും തന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അതിനെ അഴിച്ചുകൊണ്ടുവരിക, അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. എന്തിനാ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഇങ്ങനെ പല തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന്, ആശാപാശ ബന്ധനങ്ങളിൽ നിന്ന്, ബോണ്ടേജസിൽ നിന്ന് ഇങ്ങനെ അഴിച്ചുകൊണ്ടുവരുന്നത്? എന്തിനാണെന്നോ, കർത്താവിന് നമ്മളെ കൊണ്ട്, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ആവശ്യമുള്ളത് കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കടബാധ്യത മാറ്റി തന്നത്. നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ രോഗങ്ങൾ കർത്താവ് മാറ്റി തന്നത്. നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചത്. നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് പലതരത്തിലുള്ള ദുശ്ശീലത്തിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ മോചിപ്പിച്ചത്. നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നത്. കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നമ്മളെ ഓരോ ദിവസവും രക്ഷിച്ച് വഴി നടത്തുന്നത് കർത്താവിന് എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇനി നോക്കണം, വീണ്ടും ആ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും, അതുവരെയും അവിടെ കെട്ടിയിട്ടിരുന്ന ആ കഴുതയാണ് അഴിച്ചുകൊണ്ട് വരുന്നത്. അതായത് കർത്താവ് ഈശോ എന്നെ, നമ്മളെ ഓരോരുത്തരെയും പല തരത്തിലുള്ള കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഇതാ മോചിപ്പിച്ചിരിക്കുന്നു. കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ്. ഇനി മുതൽ അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കാനല്ല, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കാനുള്ളതല്ല എൻ്റെയും നമ്മുടെയും ജീവിതമെന്ന് ഈശോ ഇതാ വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. തകർന്ന് തരിപ്പണമായി പോകാമായിരുന്ന എത്രയോ സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഭീകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയവർ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഈ വചനം ശ്രവിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടും നമുക്കൊരു പോറൽ പോലും സംഭവിക്കാതെ കർത്താവ് ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. മദ്യപാനത്തിൻ്റെ മഹാപിടിപാടിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, അങ്ങനെയുള്ള മഹാബന്ധനങ്ങളിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിച്ചുവെങ്കിൽ, ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചുവെങ്കിൽ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ അല്ല. ഇത് അങ്ങനെ എന്നെ രക്ഷിച്ചു, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി നിർനിമേഷനായി നിർവികാരനായി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഇതുപോലെയുള്ള അപകടാവസ്ഥയിൽ നിന്നും മരണവക്ത്രത്തിൽ നിന്നും തിന്മകളുടെ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിച്ചത്. കർത്താവിന് എന്നെ കൊണ്ടും നമ്മളെ കൊണ്ടും ആവശ്യമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അതുകൊണ്ട് ആ വചനം ആവർത്തിച്ച് നമ്മൾ വായിക്കുകയും ആവർത്തിച്ച് ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വചനഭാഗമാണ്. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും രക്ഷിച്ചല്ലോ, കർത്താവിന് അതുകൊണ്ട് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആ വചനം നമ്മൾ വായിക്കണം. അപ്പം നമ്മളെ കൊണ്ട് കർത്താവിന് എന്താണ് ആവശ്യമുള്ളത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. ചിലർ പറയും, ഇനി ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല.
ചിലർ പറയും, ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചാലും നിനക്ക് രക്ഷയുണ്ടാവില്ല. ചിലർ പറയും, ഇനി ആരൊക്കെ ഏതൊക്കെ തരത്തിൽ നിന്നെ ഒന്ന് കൈപിടിച്ചുയർത്താമെന്ന് വിചാരിച്ചാലും നീ രക്ഷപ്പെടാൻ പോകില്ല, നീ നശിച്ചു പോവുള്ളൂ, നീ തകർന്നു പോവുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം മതി എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനിതര സാധാരണമായ വളർച്ചയിലേക്ക്, ഉയർച്ചയിലേക്ക്, മറ്റ് തലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. കർത്താവ് ശംസിഹായ്ക്ക് നമ്മളെക്കുറിച്ച് നമ്മളെ ആവശ്യമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ മാത്രം മതി. അതിന് ഒരു കാര്യമുണ്ട്. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള ബോധ്യമാണ് വേണ്ടത്? അത് ഏതു തരത്തിലുള്ള ആവശ്യമാണുള്ളത്? ആ അഴിച്ചുകൊണ്ടുവന്ന കഴുതയുടെ പുറത്ത് ഈശോ കയറിയിരുന്നു. എന്നിട്ട് ഈശോ എന്നതാ ചെയ്തതെന്ന് നമുക്കറിയാം. എന്നിട്ട് കർത്താവ് ശംസിഹ ആ കഴുതയുടെ പുറത്ത് കയറിയിരുന്നിട്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. കഴുതയുടെ പുറത്ത് ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ശംസിഹ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും ആ കെട്ടപാടുകൾ അഴിച്ച് സ്വതന്ത്രമാക്കി കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ നമ്മളിലൂടെ ഈശോയ്ക്ക് സകല വ്യക്തികളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതാണ് കഴുതയുടെ പുറത്ത് കയറി ഈശോ ജനക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു ചെന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് കർത്താവിനെ കൊടുക്കാൻ, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടായിത്തീരാൻ, പാപത്തിൽ ജീവിക്കുന്നവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ, എല്ലാ തരത്തിലും തകർന്നും നിരാശപ്പെട്ടും ജീവിക്കുന്നവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകരാൻ, അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ശംസിഹ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിച്ചത്, ബന്ധനാവസ്ഥയിൽ നിന്നും രക്ഷിച്ചത്. അതാണ് വചനം പറയുന്നത്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. മറ്റാർക്കും ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്നിലൂടെ കർത്താവ് ശംസിഹായ്ക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിലൂടെ കർത്താവ് ശംസിഹ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് ശംസിഹ നമ്മളെ നയിച്ചു കൊണ്ടുവന്നുവെങ്കിൽ പിന്നെ നമ്മൾ നിരാശയോടെ ഇരിക്കാൻ പാടുണ്ടോ? നിർവികാരതയോടെ ഇരിക്കാൻ പാടുണ്ടോ? അരുത്. കാരണം കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്. നമ്മൾ പ്രവർത്തന നിരതരായ വ്യക്തികളായി തീർന്നേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് ഈശോ കെട്ടഴിച്ച് നമ്മളെ സ്വതന്ത്രരാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. കർത്താവ് ശംസിഹ പറഞ്ഞില്ലേ, വിളക്ക് കത്തിച്ച് ആരും പറയുടെ അടിയിൽ വെക്കില്ല, പീഠത്തിൻ്റെ മുകളിലാണ് വെക്കുന്നത്, അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശം നൽകും എന്ന്. ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് നമ്മളെയൊക്കെ സ്വതന്ത്രരാക്കിയപ്പോൾ നമ്മളിനി പ്രകാശിക്കേണ്ട വ്യക്തികളാണ്, പ്രകാശം പരത്തേണ്ട വ്യക്തികളാണ്. ഇനിയും ചുരുണ്ടുകൂടിയോ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള നിരാശയ്ക്ക് അടിമപ്പെട്ടോ ഇരിക്കേണ്ടവരല്ല നമ്മൾ. ഇതാ നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു. കർത്താവ് നമ്മുടെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി പറയുടെ മുകളിൽ കത്തിച്ചു വെക്ക ദീപം പോലെ പ്രകാശിക്കേണ്ട വ്യക്തികളാണ് നമ്മളെല്ലാവരും തന്നെ. ഏതു തരത്തിലാണ്? നന്മ ചെയ്തും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും എല്ലാവരെയും കർത്താവ് ശംസിഹയിലേക്ക് കൊണ്ടുവരുന്ന പ്രകാശങ്ങളായി തീരാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ചിലപ്പോൾ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് പറയും, ഓ നിന്നെ ഇനി കാര്യമൊന്നുമില്ല, നീ പറയുടെ അടിയിലിരിക്കേണ്ട ആളാണ്, ഒരിക്കലും പീഠത്തിന് മുകളിലിരിക്കേണ്ട ആളല്ല, നിന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നുള്ള ആളല്ല, ബുദ്ധിയില്ല, കഴിവില്ല, പഠിക്കാനായി സിദ്ധിയില്ല, പാട്ടുപാടാൻ കഴിവില്ല, ഒന്നിനും കഴിയില്ല,
ആരോഗ്യമില്ല, സൗന്ദര്യമില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ആളാണ്, പറയുടെ അടിയിലിരിക്കേണ്ട ആളാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ചില നെഗറ്റീവ് കമൻറ്റുകൾ നമ്മുടെ വിശ്വാസത്തെയോ നമ്മുടെ ആത്മധൈര്യത്തെയോ ആത്മാഭിമാനത്തെയോ ചോർത്തിക്കളയാൻ ഇടയാക്കരുത്. കാരണം കർത്താവ് നമ്മളെ കെട്ടഴിച്ചു വിട്ട് സ്വതന്ത്രമാക്കിയിട്ട് എന്നോടും നമ്മൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പീഠത്തിൻ്റെ മുകളിൽ ഇരിക്കാനായി വിളി ലഭിച്ചിട്ടുള്ളവരാണ്. പീഠത്തിൻ്റെ മുകളിൽ തെളിഞ്ഞ് കത്താനായിട്ടുള്ള വിളിയാണ് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു കർത്താവ് നമുക്കുണ്ട് എന്ന് അപ്പോൾ ലോകം മുഴുവൻ അറിയും. അതിനാണ് പ്രിയപ്പെട്ടവരെ, തകർന്ന് തരിപ്പണമായി പോകാമായിരുന്ന നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് യേശു മിശിഹ വീണ്ടും രക്ഷിച്ചെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ പ്രകാശങ്ങളായി തീരുമ്പോൾ ലോകം മുഴുവൻ തിരിച്ചറിയും, രക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന്, അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന്, വിടുതൽ തരുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന്. എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്ന കർത്താവ് യേശു മിശിഹ നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ സമയത്ത് സകലമാന ജനങ്ങളും അറിയാൻ ഇടയാകും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് ഈശോ എന്നെയും നമ്മളെ ഒക്കെ മോചിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ കാര്യം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. കെട്ടപ്പെട്ട അവസ്ഥയിൽ ആയിരുന്ന സമയങ്ങൾ ധാരാളമുണ്ട്. വളരാനോ വായിക്കാനോ പഠിക്കാനോ ഉയരാനോ സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഈശോ അതിൽ നിന്നൊക്കെ കെട്ടഴിച്ചു വിട്ടു. സർവ സ്വാതന്ത്ര്യത്തോടെ സകല വിധത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ഈശോ കെട്ടഴിച്ചു വിട്ടുവെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാ? കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയുടെ കീഴിലിരുന്നാൽ മതിയോ? അത് പോരാ. അങ്ങനെ ഇരിക്കാനല്ല കർത്താവ് യേശു മിശിഹ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത്. ഈ വചനത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ കഴുതയുടെ പുറത്ത് കയറി ഈശോ ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നതിലൂടെ എന്നിലൂടെ ലോകം മുഴുവനിലേക്കും സകല ജനങ്ങളിലേക്കും കർത്താവ് യേശു മിശിഹ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്, എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി ഞാനോ നമ്മൾ ആരെങ്കിലുമോ ഈ വലിയ സത്യം തിരിച്ചറിയാതെ എന്നെ ഇതാ പല ശക്തികളും പല സ്വാധീനങ്ങളും പല തിന്മകളും പല ദുശ്ശീലങ്ങളും കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പറയുടെ അടിയിൽ വെച്ചിരിക്കുന്ന ദീപം പോലെ വെളിച്ചം പകരാതെ ജീവിക്കാൻ പാടില്ല. വെളിച്ചം പകരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല നമ്മൾ ആരും തന്നെ. അതല്ലേ പ്രിയപ്പെട്ടവരെ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞത്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. പലരും പറയും, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, പലരും പറയുകയും ചിന്തിക്കുകയും ചെയ്യും നമ്മളെ കൊള്ളില്ല എന്ന്, എഴുതിത്തള്ളും, പല തരത്തിലും എഴുതിത്തള്ളുക തന്നെ ചെയ്യും. ഒരു കാര്യമില്ലാത്തവനാണ് എന്ന്, ഒരു ഉപകാരമില്ലാത്ത വ്യക്തിയാണ് എന്ന്, എന്താ കാര്യമെന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ നോക്കി കളിയാക്കിയാലും, ആരൊക്കെ നമ്മളെ നോക്കി ഗുണമില്ലാത്തവനെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ നോക്കി ഒരു സിദ്ധിയുമില്ലാത്തവനെന്ന് പറഞ്ഞാലും, എപ്പോഴും മനസ്സിൽ കുറിച്ചിടണം, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ആ ഒരൊറ്റ വാക്ക് മതി പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ആവേശം കിട്ടാനായിട്ട്.
ആ ഒരൊറ്റ വാക്ക് മതി എൻ്റെ സ്നേഹമുള്ളവരെ നമുക്കൊക്കെ അത്യധികം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. ആ ഒരൊറ്റ വാക്ക് മാത്രം മതി പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എല്ലാ സങ്കടങ്ങളും തട്ടിക്കളഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. ആ ഒരൊറ്റ വാക്ക് മാത്രം മതി നമ്മുടെ ജീവിത അവസാനം വരെയും തീഷ്ണതയോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട്. ആ ഒരൊറ്റ വാക്ക് മാത്രം മതി പീഠത്തിന്മേൽ വെച്ച ദീപം പോലെ കത്തിജ്വലിക്കുന്ന വ്യക്തികളായി തീരാൻ. ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി. കർത്താവിന് എന്നെ കൊണ്ട്, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരൊറ്റ വചനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരെങ്കിലും നിങ്ങളോട് എന്തിനാണ് ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ മതി, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അല്ലാതെ ദീർഘിപ്പിച്ച് 1 പേജോ 2 പേജോ വരുന്ന ഒരു സുദീർഘമായ ഒരു പ്രസംഗം പോലെ ഉള്ള ഒന്നും പറയണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താം, കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ക്രമേണ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിശംശയുടെ ശക്തി കൊണ്ട് സകലർക്കും ബോധ്യമാകും ഈശോയ്ക്ക് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അതിനായിട്ട് കർത്താവിന് ആവശ്യമുള്ള വ്യക്തികളായി തീരാൻ, കർത്താവ് പ്രവർത്തിക്കുന്ന വ്യക്തികളായി തീരാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ.